എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 8 മാർച്ച് തൊട്ട് തുടങ്ങുമെന്നാണ് ചെറിയ ഒരു ന്യൂസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അടുത്ത് തുടങ്ങും. അപ്പൊ കോൺട്രവേഴ്സീസ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. കാരണം അധികം സമയമില്ല. കാരണം അടുത്ത ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേക്ക് ഫെബ്രുവരി തൊട്ട് അതിനുള്ള ഒരുക്കങ്ങളായിരിക്കും. അപ്പം ഇവരെല്ലാം ഒന്ന് കനൽ അടഞ്ഞു പോകും. അപ്പൊ കനൽ കെടുന്നതിന് മുമ്പ് പറയാനുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു തീർക്കുക. അപ്പൊ നമ്മളിപ്പോ പറയാൻ വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ BR വിനു, അനുമോൾ പ്ലസ് ബിന്നി, ഷെബീന ബീബി ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിഷയമാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൻ സ്ട്രീം വണ്ണിന്റെ ഒരു അവാർഡ് ചടങ്ങുണ്ടായിരുന്നു. അതില് നമ്മുടെ ബിന്നി, PR വിനു എന്നിവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് PR വിനുവിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് കൊടുക്കുന്നത് ബിന്നിയായിരുന്നു. അപ്പൊ ബിന്നി അവിടെ വെച്ച് കണ്ടപ്പം PR വിനു ഇടിച്ചു കയറി അവിടെ പോയി സംസാരിക്കുകയും അപ്പൊ സ്വാഭാവികമായിട്ട് ബിന്നിയുടെ ഹസ്ബൻഡ് നോബിൻ പുള്ളിക്കാരനാണെങ്കിൽ ബിന്നിക്കുണ്ടായ കുറെ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മുടെ PR ബിനു, എനിക്കറിയത്തില്ല, ഞാൻ ഇതുപോലത്തെ ചീപ്പ് പരിപാടികൾ ചെയ്യാറില്ല, ഞാനല്ല നമ്മുടെ ബിന്നിയെ ഡീഗ്രേഡ് ചെയ്തത്, ഇതുപോലെ തന്നെ ഒരു കുറച്ച് ഫാൻസ് എല്ലാം കൂടി, ഒരു ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനെ എല്ലാം കൂടെ ഞാൻ എന്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവർ വേറൊരു ഗ്രൂപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അഡ്മിൻ നമ്മുടെ ആരാണ്, അനുമോടെ ചേച്ചിയാണ്. അപ്പൊ അനുമോടെ ചേച്ചിയോട് ചോദിച്ചാൽ കൂടുതൽ അറിയാമെന്നുള്ള രീതിയിൽ ശരിക്കും ചേച്ചി അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അന്നേരം ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, മോനെ PR ബിനു ഉടായ്പ പരിപാടി എടുക്കരുത്. കാരണം നമുക്ക് വിശ്വാസമില്ല. എന്താണെന്നറിയോ, ഇത് PR ബിനു ആണ്. കാരണം ആടിനെ പട്ടിയാക്കാനും പട്ടിയെ കോഴിയാക്കാനും എല്ലാം അറിയാവുന്ന PR ബിനു നമുക്കറിയാലോ. അതുപോലെ ബിഗ് ബോസിനകത്ത് ചെന്ന് കാണിച്ച എല്ലാ പരിപാടികളും ഇവിടെ എങ്ങനെ വെളുപ്പിച്ചെടുത്ത മനുഷ്യനാണെന്ന് നമുക്കറിയാം. അതായത് ആ ടിഷ്യൂ പേപ്പറിന്റെ കേസ് വരെ അത് കറക്റ്റ് ടൈമില് അത് അത് ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞുകൊണ്ട് പോയി. ശരിക്കും അത് വേറെന്തോ ഒരു സംഭവമാണ്, ലിപ്സ്റ്റിക്കോ എന്തോ വേറെന്തോ കൊണ്ടൊക്കെ സാധനമാണ്. അപ്പത്തേക്ക് അതിനെ ടിഷ്യൂ പേപ്പർ ആയിട്ട് മെനഞ്ഞെടുത്തിട്ട് കുറെ വോട്ട് വാങ്ങിച്ച വ്യക്തിയാണ് PR ബിനു. അല്ല, അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാം ഇത് എങ്ങനെ പോകും. അപ്പൊ PR ബിനുവിനെ വിളിപ്പിക്കാൻ PR ബിനു തന്നെ സ്വന്തമായിട്ട് PR ആയിക്കൊണ്ട് നമ്മുടെ ഷെബീന ബീബിയുടെ വീഡിയോയിലോട്ട് വന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഷെബീന ബീബിയെ അറിയാലോ, എന്ത് വോയിസ് വന്നാലും അത് പുറത്തോട്ട് വിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിന് ബിനുവിനെ വിളിപ്പിക്കാൻ വേറൊരു ആടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വിശ്വാസമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ കാരണം, ഈ ബിനുവിന്റെ വോയിസ് പുറത്തു വന്നപ്പോഴത്തേക്ക് സെയിം ഷെബീന ബീബിയുടെ ചാനലിലൂടെ തന്നെ നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിന്റെ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാം പോയപ്പോ മറ്റേ ബിനു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പുള്ളി കുറെ നേരം കഴിഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു സംസാരിക്കാനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു, പുള്ളിയുടെ കാരണം നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള. അപ്പം അവള് ചോദിച്ചു, ഇങ്ങനെ ആളുകളാണോ എന്ന് ചോദിച്ചു. പുള്ളിയുടെ കാരണം പുള്ളിയാണല്ലോ അവളുടെ PR ആയിട്ട് നടക്കുന്നത്. അപ്പം നമ്മുടെ ഓൾറെഡി അവരുടെ ഒരു ഗ്രൂപ്പിന്റെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മെസ്സേജ്. അത് എനിക്കാണ് അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമില് അവരുടെ ഗ്രൂപ്പിലുള്ള ഏതൊരു പയ്യൻ. അപ്പൊ എനിക്ക് അയച്ചു തന്നിട്ട് അപ്പം ഞാനാണ് പിന്നിക്ക് കൊടുത്തത്. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, പുള്ളി എന്നോട് പറഞ്ഞു ഞാനല്ല, മീൻസ് പുള്ളിക്കാരനല്ല ആ ഗ്രൂപ്പിന്റെ. കാരണം പുള്ളിക്കാരന്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പുള്ളി അത് കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ ഗ്രൂപ്പിൽ അനുമോളുടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്താണ് ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഗ്രൂപ്പിൽ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയാണ് ആലോചിച്ച് നോക്കി, ചേച്ചിയുടെ ഇപ്പൊ അനീതി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിലും ഈ അനുമോളും അനിക്കുട്ടിയും ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീരീസ് ഫസ്റ്റിലെ മുകളിൽ ചേർന്ന അനീതിയായിട്ട്, ഞങ്ങൾ ഫസ്റ്റ് സീരീസിൽ ചേർന്ന അനീതിയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് അനുമോളെ ആണെന്ന് ശരി, അനുമോളുടെ ചേച്ചിനെ അവരെല്ലാവരും എനിക്കറിയാവുന്നേ. ഞങ്ങൾ ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ അനുമോളുടെ ഒരു കസിൻ ഉണ്ട് രാജശേഖരൻ, പുള്ളി പേര് പറഞ്ഞിട്ടുണ്ടായിട്ട് പുള്ളി ഞാൻ ഭയങ്കര കൂട്ടാ. അപ്പം ചേച്ചിയാണ് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചേച്ചിയുടെ ഒരാളെ പറ്റി ഇങ്ങനെ പറയും, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് നൂബിൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നൂബിൻ അങ്ങനെ ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡിഗ്രേഡ് ആവുന്നത് നൂബിന്റെ വൈഫ് തന്നെയാണ്. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അയാൾക്ക് തോന്നാം അത് ഞങ്ങളെ അറിയാവുന്ന. കാരണം പശുവിൻ ചത്ത് മോരിലെ പുളിയും തീർന്നു, എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നൂബിൻ ഉറപ്പായിട്ടും നൂബിന്റെ വൈഫിനെ വിളിപ്പിക്കാനേ നോക്കുകയുള്ളൂ. അപ്പൊ അയാൾ ചിന്തിക്കും, അപ്പം എന്താണ് അനുമോളുടെ ചേച്ചിയുടെ കയ്യിൽ നിന്നാണോ ഈ പാര വന്നതെന്ന് ചിന്തിക്കും. എനിക്കിപ്പോ എന്റെ വൈഫിനെതിരെ ഇപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ നെഗറ്റീവ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കില്ലേ. ഇപ്പം പുള്ളി അനുവിന്റെ ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂ. എന്റെ മനസ്സിൽ ഇങ്ങനെയാണ്, ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂല്ലോ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പം അതങ്ങനെ ചെയ്യുന്ന മോശമല്ല. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു, അവരോട് സംസാരിച്ചു, ഇതാണ് പറഞ്ഞത്. അല്ലാതെ എന്റെ വൈഫ് ഇപ്പൊ അനുമോളെ വിളിച്ചു, അനുമോളുടെ ചേച്ചിനെ വിളിച്ചു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരോട് കാര്യങ്ങളും ചോദിച്ചു നോക്കിയോ.
ഇപ്പൊ ഞാൻ എന്റെ വൈഫിന് ഇങ്ങനെ അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരു അഡ്മിൻ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരൊരു ഷൈ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നും ഇവരങ്ങനെ ആക്റ്റീവ് അല്ല എന്നും ജനങ്ങൾക്ക് അറിയത്തില്ല. ഈ കേൾക്കുന്നവര് ശരിക്കും അനുമോളുടെ ചേച്ചിയാണ് ഈ ഒരു പ്രശ്നക്കാരി എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം നമുക്ക് പറയാനുള്ളത്, ഇതുപോലെ ബിഗ് ബോസിലോട്ട് കയറുമ്പോൾ അവരുടെ ഫാമിലീസ് മെമ്പേഴ്സ് ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറുകയാണെങ്കിൽ ശരിക്കും അവിടെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിന്റെയൊക്കെ കയറി ഇരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തൊക്കെ ഇവമാർ എന്തൊക്കെ പരിപാടി കാണിച്ചാലും അതെല്ലാം ഇപ്പോൾ നടന്നതുപോലെ ഇതുപോലെ നിങ്ങളുടെ തലയിൽ എത്തുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ നമ്മുടെ വിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനു കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വിനു എന്താണ് ഏതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ വിനുവിന്റെ ഈ വെളുപ്പിക്കലും പരിപാടിയൊക്കെ ബിഗ് ബോസ് ഷോയുടെ ആടെ എടുത്തിട്ട് മതി. അപ്പം ആ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് മതി. കാരണം അതിനപ്പുറം കളിച്ചു കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ തന്നെ എല്ലാ പരിപാടിയും പഠിച്ചിട്ട് തന്നെ നമ്മളും ഇരിക്കുന്നതാണ്. അപ്പൊ വിനു എക്സ്പോസ് ആകും, ആ പടം നാറും. വിനു മാത്രമല്ല, പ്ലസ് ഇതുപോലെ തന്നെ അനുമോടെ കുടുംബവും നാറും. എന്തിനു വേണ്ടിയാണ് വിനു ഇപ്പൊ കാണിക്കുന്ന വളരെ ഒരു മോശമായ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആരെയും ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ സ്വയം വിളിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മിണ്ടാതിരുന്നാൽ മതി. അപ്പം അനുമോളെ ഇട്ട് കൊടുക്കുന്ന പ്രവണത നിങ്ങൾ ബിഗ് ബോസിന്റെ അകത്തിരുന്നപ്പോഴും തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും നിങ്ങൾ ഇന്റർവ്യൂവിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ലായിരുന്നെങ്കിൽ ആ പെണ്ണ് ഒരു 10-60 ദിവസം കഴിയുമ്പോൾ നാണം കെട്ട് ഇറങ്ങിയായിരുന്നു എന്ന് അങ്ങനെ വരെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിച്ച വ്യക്തിയാണ്. പോരാഞ്ഞിട്ട് തലേ ദിവസം അതായത് ഹനിമോൾ വിന്നറായതിന്റെ അന്ന് ഏഷ്യാനെറ്റിന്റെ ലൈൻ കട്ടിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അവർ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ തന്നു എന്ന് അനുമോൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ എയർപോർട്ടിൽ വന്നിട്ടിരുന്ന് 1 ലക്ഷം ഒന്നുമല്ല വെറും 11,111 രൂപയാണ് തന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കുറുക്കന്റെ ബുദ്ധിയാണെന്നറിയാം, പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അത് ചെലവാകത്തില്ല. ശരിക്കും നിങ്ങൾ നാറെന്ന് പറഞ്ഞാൽ വിനു നിങ്ങൾ മാറും. പ്ലസ് അനുമോക്കും അതൊരു ഡിഗ്രേഡ് ആയിട്ട് മാറും. പക്ഷെ അതൊരു വ്യക്തിവൈരാഗ്യമായി മാറാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്ലസ് പിന്നീട് നമുക്ക് വീണ്ടും പറയാനുള്ളത്, ഇതുപോലെയുള്ള ഷോയിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ ബന്ധുക്കളോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ഇതുപോലത്തുള്ള ഗ്രൂപ്പിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ കയറി ഇരിക്കാവുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അതിർ ബ്ലോഗ്സിന്റെ ചാനലിൽ അവന് ഒരു ഈ ഗ്രൂപ്പിൽ അനുമോളുടെ ഗ്രൂപ്പിൽ ഇരുന്ന് ഏതോ ഒരാള് കുറച്ച് സ്ക്രീൻഷോട്ടും വോയിസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ അതും കൂടെ കാണുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ കുറച്ച് ബിനുവിന്റെ ഇതിനകത്ത് നിലപാട് എന്താണ്, ബിനു എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അനുമോളുടെ ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്നും കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കോർഡിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ബ്രോക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 15 അഡ്മിൻസ് ഉണ്ട്. ആ അഡ്മിൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് അനുമോളുടെ ചേച്ചി അഖില ചേച്ചി ഉണ്ട്. ആ ചേച്ചിയാണ് ഞങ്ങൾ അഡ്മിൻസ് ആക്കി മാറ്റിയത്. പക്ഷേ ഗ്രൂപ്പ് നമ്മൾ വിനു ബ്രോ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അതല്ലാണ്ട് പിന്നെ അഡ്മിൻസ് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ആദ്യം നമ്മുടെ അഡ്മിൻ പാനലിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഇഷ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി നമ്മുടെ അഡ്മിൻ പാനലിൽ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്ന് വെച്ചാൽ അനുവിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി. അതായത് ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അത് അബദ്ധമല്ല, ശരിക്കും ഒരു ഗെയിം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഈ പ്രാവശ്യം നോമിനേഷനിൽ അനുമോളില്ല, ആര്യനെ നമുക്ക് ഔട്ടാക്കാം എന്നുള്ള ഒരു സാധനം നമ്മൾ ഗ്രൂപ്പിലൊന്നും പറഞ്ഞു. സംഭവം നെഗറ്റീവ് ഉള്ള രീതിയിൽ പോകും പുറത്തേക്ക്. അപ്പൊ അത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ്. അങ്ങനെ ഈ ചേച്ചി വിനുവുമായി ഇഷ്യൂ ഉണ്ടായി. ഈ ചേച്ചിനെ റിമൂവ് ആക്കി. റിമൂവ് ആക്കിയപ്പോൾ എല്ലാ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഈ ചേച്ചി ലെഫ്റ്റ് അടിച്ചിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അനിമോൾ അൺഒഫീഷ്യൽ ഗ്രൂപ്പ്. ഈ അനിമോൾ അൺഒഫീഷ്യൽ ഗ്രൂപ്പുമായിട്ട് അഖില ചേച്ചിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ അനിമോൾ അൺഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് എന്തുണ്ടായത്, ബിന്നിയുടെ കോൺട്രവേഴ്സി വരുന്നത്. അതായത് ഇവര് പറഞ്ഞത് ബിന്നി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുണ്ട്, നമ്മൾ പോയിട്ട് കമന്റ് ഇട്, അതേപോലെ കമന്റ് ഇട്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടാൻ പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ടു. അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ ബിന്നിക്ക് ആളുണ്ടായിരുന്നു. അത് ആ ഒരു ഗ്രൂപ്പിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. കുറച്ച് പേരുള്ളൂ, പക്ഷെ അതിൽ സ്പൈ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ ഗ്രൂപ്പ് നമ്മൾ അഡ്മിൻസിന്റെ കൺട്രോളിലായിരുന്നു. അവിടെയും കൺട്രോൾ ഉണ്ട്, പക്ഷേ അൺഒഫീഷ്യൽ അല്ലേ, കുറെ ആൾക്കാർ വന്നപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് പോയി. ഇവിടെ ഈ വിനു ബ്രോ പറഞ്ഞത്, നമ്മളൊക്കെ ആദ്യം ഇങ്ങനെയാണ് ഞാൻ കേട്ടിരുന്നത്, നമ്മുടെ അഖില ചേച്ചിയാണ് ഈ അൺഒഫീഷ്യൽ ഗ്രൂപ്പുകളായാലും മറ്റു ഗ്രൂപ്പുകളായാലും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എന്റെ അറിവിൽ അഖില ചേച്ചി ആ ഗ്രൂപ്പിലില്ലായിരുന്നു. അറിവിലെന്നല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത്. ആ സമയത്തൊന്നും അഖില ചേച്ചി ആ ഗ്രൂപ്പിലില്ല. ഗ്രൂപ്പിൽ ഇൻവോൾവ്ഡ് അല്ല അഖില ചേച്ചി. ഉണ്ടെങ്കിലും ഇപ്പോൾ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ചേച്ചി ഒരു വോയിസ് പോലും ഇടില്ല, എന്തെങ്കിലും നെഗറ്റീവ് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരി ഇത്തിരി ഷൈ ഉള്ള കൂട്ടത്തിലാണ്, സംസാരിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇത് PR ബിനുവിന്റെ ഒരു ഭാഗത്തു നിന്ന് വന്ന വളരെ വലിയൊരു അറിഞ്ഞുകൊണ്ടല്ല എന്നല്ല, അറിഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്ത ഒരു സംഭവമാണ്. അപ്പൊ PR ബിനു നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മോന്റെ പരിപാടികളുണ്ടല്ലോ, അത് 8 മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് നമ്മുടെ സാത്താനാണ് ഈ ഒരു അനിമോയുടെ വിഷയത്തില് ഏറ്റവും കൂടുതൽ അനിമോയുടെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് എടുത്ത് റിവ്യൂ ചെയ്തത് ബിഗ് ബോസിലുള്ള സമയത്ത്. അപ്പം അവന് വന്ന് കുറെ അധികം ഇതുണ്ട്, സൈബർ അറ്റാക്ക് ഉണ്ട്. അപ്പൊ അതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പം
PR വിനു അങ്ങനെ അറ്റാക്ക് ഒന്നും പറിച്ചു വിട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ അത്ര നല്ല പിള്ളയും ചമയൊന്നും വേണ്ട. PR വിനുവിന് ഇതിന് നല്ല പങ്കുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ ചെയ്യാം. അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് നമ്മുടെ നമ്മുടെ PR വിനുവിന്റെ സുഹൃത്തും കൂടിയാണ്. പുള്ളിയും ഈ PR വിനുവും പുള്ളിയും തമ്മിലുള്ള കോൺവെർസേഷൻ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നുണ്ട്, വിനു നീ അങ്ങനെയൊന്നും പറയണ്ട, ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ഉദ്ദേശം വന്നാണ്, അങ്ങനെയൊന്നും പറയണ്ട. ഇത് അനുമോക്കെതിരെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സീക്രട്ട് ഏജന്റിനും സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് വന്നിരുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെന്ന് അവിടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ കണ്ടിട്ട് ഗൈസ് ഈ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ തമ്മിത്തല്ല് ഈ സോഷ്യൽ മീഡിയ കൊണ്ടിടരുത്. ആകെപ്പാടെ നാറും. ഈ കപ്പ് വാങ്ങിച്ചതിന് യാതൊരു അർത്ഥമില്ലാണ്ടാവും. പ്ലസ് PR വിനുവിന് ഇനി അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്നറിയത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾ രണ്ടുപേരും എക്സ്പോസ് ആകും. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചൊക്കെ നിർത്തുക. ഓടി നടന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാനും പല ചാനലുകാരെ വിളിക്കാനും ഒക്കെ നിൽക്കാതിരിക്കുക. അതിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും ആവശ്യമില്ലടോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നന്നായിട്ട് പോട്ടെ, അനുമോളെല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞൊക്കെ നടക്കുമെന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് സൈഡ് ഒരു വീഡിയോ കണ്ടിട്ട് വൈൻഡപ്പ്. ഇത് ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം തുറന്നു പറയാം. എനിക്ക് അനുമോൾക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് ഇഷ്ടംപോലെ കമന്റുകൾ വരുമ്പോൾ എന്നോട് പേഴ്സണലി ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായിബ്രോന്റെ ലിങ്ക് കൊടുത്തിടും, ഇട്ടിട്ട് സായിബ്രോക്ക് കമന്റ് ഇടാൻ പറയും. ഓക്കെ, അങ്ങനെ പറയും, മനസ്സിലായോ?